എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, ഈ ദിവസങ്ങളിൽ നിനക്ക് ദർശനങ്ങൾ തന്ന്, വെളിപ്പാടുകൾ തന്ന്, പ്രവചനങ്ങൾ തന്ന്, സ്വപ്നങ്ങൾ തന്ന്, ഭാവിയുടെ കാര്യങ്ങൾ തന്ന് നിന്നെ ദൈവം വേറൊരു റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുക. ഒന്ന് കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. പൗലോസ് പറയുകയാണ്, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു. നനച്ചത് അപ്പല്ലോസ് ആണ്, ദൈവം അത്രേ വളർത്തുമാറാക്കിയത് ദൈവമാണ്. പൗലോസ് പറയുകയാണ്, ചിലതിനെയൊക്കെ നടാൻ ദൈവം എന്നെ ഉപയോഗിച്ചു, നട്ട ചിലതിനെ നനയ്ക്കാൻ അപ്പല്ലോസിനെ ദൈവം ഉപയോഗിച്ചു. എന്നാൽ ഞങ്ങൾ രണ്ടുമല്ല ആള്, നിങ്ങളെ വളർത്തിയവൻ സർവശക്തനായ ദൈവമാണ്. അടുത്ത ഭാഗം കൂടെ നമുക്ക് പോകാം. ദൈവത്തിന് ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താൻ താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. പൗലോസ് പറയാ, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. മതി. നല്ല വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് വായിച്ച് കേട്ടത്. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതിയെങ്കിൽ കൊരിന്തിലെ സഭ എന്താണെന്ന് ആദ്യത്തെ ചില ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം. സ്തോത്രം. 3 കാര്യങ്ങളാണ് നിങ്ങളുള്ള ദൂത്. സ്തോത്രം. പൗലോസ് പറയുക, എന്നെ നടുവാൻ ദൈവം ഉപയോഗിച്ചു, നനയ്ക്കുവാൻ അപ്പല്ലോസിനെ ഉപയോഗിച്ചു, പക്ഷേ വളർത്തിയവൻ സർവശക്തനായ ദൈവമാണ്. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കിയ ദൈവമത്രേ ഏറ്റവും വലിയ കാര്യം. അവിടോട്ടാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത്. പൗലോസിൻ്റെ കരത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് കൊരിന്തിലെ സഭ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലാണ് കൊരിന്തിലെ സഭയുടെ തുടക്കമെന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ ആരെ പഠിച്ചില്ലെങ്കിലും പൗലോസിനെ പഠിക്കണം. ഒരാത്മീകന് കണ്ടുപഠിക്കാനും നോക്കി പഠിക്കാനും ഒരു ഉത്തമ വ്യക്തിയാണ് ആര്? ധന്യനായ പൗലോസ്ലീഹ. സ്തോത്രം. ഒരു മനുഷ്യൻ എങ്ങനെയായാലും അവനെ എങ്ങനെയൊക്കെ ആക്കാമെന്ന് പഠിക്കണമെങ്കിൽ സ്തോത്രം ശാവാമി പൗലോസിൻ്റെ ചരിത്രം പഠിച്ചാൽ മതി. തലമുറകൾ വഴിതെറ്റിപ്പോയ വല്ല പേരൻസും ഇന്ന് വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ദൂത് പറയാം, നിന്റെ സന്തതി വഴിതെറ്റിയിൽ ഒട്ടും ആശങ്കപ്പെടണ്ട. സ്തോത്രം. അവനെ മാറ്റി മറ്റൊരു വ്യക്തിയാക്കി തരാൻ എൻ്റെ കർത്താവിന് കഴിയും. സ്തോത്രം. പൗലോസ് ഒരു കാലത്ത് സഭയെ തകർത്ത് കളഞ്ഞവനാണ്. എന്നാൽ ഇന്ന് ലേഖനങ്ങൾ എഴുതി സഭയെ ഉറപ്പിക്കുന്നൊരു വ്യക്തിയാക്കി പൗലോസിനെ ദൈവം മാറ്റി. ഞാൻ മെസ്സേജ് തുടങ്ങുക കേട്ടോ, ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടിയൊരു റേഞ്ചിൽ ഒരു മാറ്റം നിൻ്റെ കൂടാരത്തിൽ നടക്കാൻ പോവാം. അത് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. 18-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ സ്തോത്രം നിങ്ങളുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരാം. 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് കൊരിന്തിൽ എത്തിയെന്നാണ് സ്തോത്രം നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അനന്തരം അവൻ അഥേന വിട്ടു, കൊരിന്തിൽ ചെന്നു. പൗലോസ് കൊരിന്തിൽ ചെന്ന കാര്യമാണ് 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പം പൗലോസ് സ്തോത്രം പൊന്തോസ്കാരൻ അക്വിലാസ് എന്ന് പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ടു. അക്വിലാവിനെയും പ്രിസ്കില്ലയെയും കണ്ടു. അവരുടെ അടുക്കൽ ചെന്നു. പൗലോസ് അവരുടെ അടുക്കൽ ചെന്നു. ഈ അക്വിലാവും പ്രിസ്കില്ലയും ബൈബിളിൽ ഒത്തിരി പേര് പിടിച്ചു പറ്റിയ സ്തോത്രം ഒരു പേരാ. ഈ ദൈവദാസന്മാർ വിവാഹം ഒന്നിപ്പിച്ച് യോജിപ്പിച്ച് കഴിഞ്ഞ് ഒരു അനുഗ്രഹ പ്രാർത്ഥനയുണ്ട്. സ്തോത്രം.
അത് ജോഷിപ്പാഷ് നല്ല ഭംഗിയായിട്ട് പ്രാർത്ഥിക്കും. അബ്രഹാമിനോടുകൂടെ സാറായെയും, സഖാക്കിനോടുകൂടെ റെബേക്കയെയും, യാക്കോബിനോടുകൂടെ റാഹേലിനെയും, ബോബസിനോടുകൂടെ രൂത്തിനെയും, അടുത്തറിയാമോ അഖിലാവിനോടുകൂടെ പ്രിസ്കില്ലയെയും യോജിപ്പിച്ച സർവശക്തനായ ദൈവം അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചതുപോലെ ഇവരെ അനുഗ്രഹിക്കട്ടെ. അപ്പം അഖിലാബും പ്രിസ്കില്ലയും വേദപുസ്തക ചരിത്രത്തിൽ ഒത്തിരി പേര് പിടിച്ചു പറ്റിയവരാണ്. അവിടെ വായിക്കുക, പൗലോസ് അവിടെ വന്ന് പാർക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഇരുവരുടെയും തൊഴില്, 3-ാം വാക്യം വായിച്ച്, തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. പൗലോസിന്റെ തൊഴില്, അടുത്ത വാക്യം കൂടെ വായിച്ചു, തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. അപ്പൊ പൗലോസിന്റെ ജോലി എന്തുവായിരുന്നു? കൂടാരപ്പണി. അപ്പൊ പണി ചെയ്തുകൊണ്ടും വേല ചെയ്യാം, പണി ചെയ്യാതെയും വേല ചെയ്യാം. അവിടെ മിണ്ടുന്നില്ല, മനസ്സിലായില്ല? അഖിലാബിനോടും പ്രിസ്കില്ലയോടും കൂടെ പാർത്ത് അവരുടെ കൂടെ കൂടാരപ്പണി ചെയ്ത് പൗലോസ് സുവിശേഷ വേല ചെയ്തു. ചിലര് ഫുൾ ടൈം ശുശ്രൂഷയാന്നാ പറയുന്നേ, അറിയത്തില്ല എന്തുവാന്ന്. സ്തോത്രം. അങ്ങനല്ല. അപ്പം ജോലി ചെയ്തുകൊണ്ടും എന്ത് ചെയ്യാം? വേല ചെയ്യാം. സ്തോത്രം. ഇച്ചിരി ഗഹനമായൊരു കാര്യത്തിലോട്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടിരുന്നത്. ജോലി ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വേല ചെയ്യാം. എന്നിട്ട് പൗലോസ്, സ്തോത്രം, ശബത്ത് തോറും 4-ാം വാക്യം, എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ചു. എന്നാൽ ശബത്ത് തോറും എന്ത് ചെയ്യുക? പള്ളിയിൽ പ്രസംഗിച്ചു. ഇങ്ങനെ പ്രസംഗിക്കുക. യഹൂദന്മാരെ യവനന്മാരെ സമ്മതിപ്പിച്ചു. ശീലാസും ഈ പൗലോസ് കുറെ നാൾ ശുശ്രൂഷിച്ചിട്ടും അവിടെ വലിയ ചലനമൊന്നുമില്ല. സ്തോത്രം. ഈ ദൈവവചനം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകണം. ആമീൻ. എന്ന് പറഞ്ഞാൽ വചനം കേൾക്കാൻ ആൾക്കാർ വന്നുകൂടണം. സ്തോത്രം. വചന ശുശ്രൂഷയിൽ ആൾക്കാർ രക്ഷിക്കപ്പെടണം, ആൾക്കാർ സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, കൃപാവരം പ്രാപിക്കണം. ഇതൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് പ്രസംഗിക്കുമ്പം ഒരു മടുപ്പുണ്ടാവും. ഒരിക്കൽ നോർത്തിൽ സുവിശേഷ വേലയ്ക്ക് പോയ ഒരാൾ പറഞ്ഞു, 11 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു കുടുംബം രക്ഷിക്കപ്പെട്ടു. കേട്ടോ, 11 വർഷം. ഈയിടെ ഞാനൊരു പെന്തിക്കോസുകാരൻ ചെറുക്കനോട് ചോദിച്ചു, മോനെ എന്നാടാ സ്നാനപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു, സ്തോത്രം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ചോദിച്ചു അതെന്നാ? ഞാൻ 12 കൊല്ലമായിട്ട് ഒരു ചർച്ചിൽ പോവാ. സ്തോത്രം. അവിടെ ഈ 12 കൊല്ലത്തിനിടയിൽ 2 സ്നാനമേ നടന്നുള്ളൂ. ഒന്ന് സെക്രട്ടറിയുടെ മോനും 2 ട്രഷറിൻ്റെ മോളും, വേറെ ആരും സ്നാനപ്പെട്ടിട്ടില്ല. അപ്പം ശ്രദ്ധിച്ച്, എവിടെ പറ്റിയ കുഴപ്പം? ശുശ്രൂഷ ചെയ്താൽ റിസൾട്ട് ഉണ്ടാകണം. സ്തോത്രം. ആത്മാക്കൾ രക്ഷിക്കപ്പെടണം, ആത്മാക്കൾ ദൈവകൃപയിലേക്ക് ആകർഷിക്കപ്പെടണം. അതാണ് യഥാർത്ഥ ശുശ്രൂഷ. യോഹന്നാന്റെ പ്രസംഗം മാനസാന്തരമാണ്, എന്നും പ്രസംഗം മാനസാന്തരമാണ്. പക്ഷെ വൈകിട്ട് സ്നാനത്തിന് ആളുണ്ടായിരുന്നു. സ്തോത്രം. അപ്പം പൗലോസ് അന്നേരം എന്ത് ചെയ്തെന്നറിയാമോ? മാനസികമായിട്ട് പൗലോസ് ഒരു ശകലം ഡൗണായിപ്പോയി. ഡൗണായി പോയ സമയത്ത്, സ്തോത്രം, നിങ്ങൾ സ്തോത്രം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ശീലാസും തിമത്യോസും മക്കദോനിയയിൽ നിന്ന് വന്നാറേ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ടു. അന്നേരം 2 പേര് വന്നു, ശീലാസും തിമത്യോസും മക്കദോനിയയിൽ നിന്ന് വന്നാറേ. മക്കദോനിയെന്ന് വന്നു. പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ടു. പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒറ്റയ്ക്കുള്ള പ്രസംഗവും ചിലരൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രസംഗവും 2. സ്തോത്രം. മോശ ഒറ്റയ്ക്ക് കൈ ഉയർത്തി പിടിക്കുമ്പം കൈ താഴും. താങ്ങി പിടിക്കാൻ ഒരു അഹരോനും ഹൂരും ഉണ്ടെങ്കിൽ ആ കൈ താഴുകയില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരുടെ കൂട്ടായൊരു ശുശ്രൂഷ നിനക്ക് വിടുതലാകാൻ പോവാ. ഹല്ലേലൂയ. ചിലരെയൊക്കെ ചാർജ് ചെയ്യാൻ, ചിലരെയൊക്കെ ശക്തീകരിക്കാൻ ദൈവം കൃപ ചെയ്യുകയാ. ചിലരൊക്കെ ഉപവാസം ഇരിക്കുമ്പം 1-2 ദൈവദാസന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ? ആ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് അവർക്ക് കൊടുക്കുന്ന വെളിപ്പാട്, ദൂത്, പ്രവചനം, വചനം, അതൊക്കെ ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയാണ്. സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മനിയോഗത്തോടെ പറയാം, സ്തോത്രം, നിന്റെ സകല മടുപ്പ് ഈ ദിവസങ്ങളിൽ മാറാൻ പോവുക. ദൈവം ചിലരെ നിന്റെ അടുക്കൽ അയക്കാൻ പോവുക. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷ മാമി മങ്ങിപ്പോയെന്ന് ചിന്തിക്കരുത്, അത് ജ്വലിക്കാൻ പോവുക.
കൈവപ്പിനാൽ ലഭിച്ച കൃപാവരം ജ്വലിപ്പിക്കുന്നത് പോലെ ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവം പറയുക, നിന്നിൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷയെ എൻ്റെ ദൈവം ജ്വലിപ്പിക്കാൻ പോവാ. സ്തോത്രം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശീലാസും തിമത്തിയോസും മക്കതോനിയിൽ നിന്ന് വന്നാറേ. പൗലോസ് വചനഘോഷണത്തിന് ശുഷ്കാന്തി. പൗലോസ് അങ്ങോട്ട് പ്രാർത്ഥിക്കാനൊക്കെ അപ്പോസ്തലന്മാരുടെ 3000 പേര് സ്നാനപ്പെട്ട ശുശ്രൂഷ എങ്ങനെയായിരുന്നു? പത്രോസ് ഒറ്റയ്ക്ക് പ്രസംഗിച്ചു, ബാക്കിയുള്ളവരെല്ലാം ഫേസ്ബുക്കിൽ കളിച്ചുകൊണ്ടിരുന്നതാണോ? പറ. പത്രോസ് ഒറ്റയ്ക്ക് ശുശ്രൂഷിക്കുക, ബാക്കി എല്ലാവരും സ്തോത്രം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക ആണോ? പറ. അല്ല, അവൻ 11 കണ്ടോ, എഴുന്നേറ്റത് ഒരാളാ, പക്ഷേ സപ്പോർട്ട് നിൽക്കുന്നത് വലിയ ഗ്രൂപ്പാ. അല്ല, ചിലരൊക്കെ ഉപവാസം ഇരിക്കുമ്പം ചിലരോട് ചോദിക്കും, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? എന്തിനാ? മറ്റൊരാളുടെ പ്രാർത്ഥന. അമ്മി അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തു പറ, പ്രാർത്ഥനയുടെ കൈത്താങ്ങൽ കൊടുക്കണമെന്ന് പറ. സ്തോത്രം, സ്തോത്രം. ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. നീ വിചാരിക്കാത്തതുപോലെ, പ്രതീക്ഷിക്കാത്തതുപോലെ നീ രക്ഷപ്പെടാൻ പോവാ. ചിലര് നിനക്ക് പ്രാർത്ഥനയിൽ കൈത്താങ്ങൽ തരാൻ പോവാ. ചില രാത്രി ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് നിയോഗം തരുമ്പം ഉണർന്ന് പ്രാർത്ഥിച്ചോണം. നിന്റെ വിഷയം അന്നേരം പ്രാർത്ഥിക്കണ്ട, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ ഭാഷ നിന്റെ സ്ഥിതി മാറാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വീടുകൾക്കകത്ത് അസാധാരണ സംഭവങ്ങൾ നടക്കാൻ പോവുക. നിന്റെ ലൈഫിനെ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ലോർഡ്. ഓ ജീസസ്. നിന്റെ വളർച്ചയുടെ തടസ്സങ്ങളൊക്കെ ഇന്ന് പൊട്ടുക. നീ ഇനിയും വളർന്നേ പറ്റൂ, നീ ഉയർന്നേ പറ്റൂ. ഹോളി, നിന്റെ കൃപ, നിന്റെ മേൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ വെളിപ്പെട്ടേ പറ്റൂ. നീ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യോബേ, നിന്റെ സ്ഥിതി മാറണോ? നിന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ആളെ വിടുക. സ്തോത്രം, സ്തോത്രം. നോക്കിയേ, നമ്മൾ എത്ര വലിയ കഷ്ടകാലത്തിലാണേലും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് കളയല്ലേ. ഒരാമയും വരുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ശുശ്രൂഷിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ രോഗികൾ സൗഖ്യമാവും. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ പല രോഗത്തിനും ഗുളിക കഴിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ കയറിയിട്ടുണ്ട്. എൻ്റെ കാര്യമാണ് പറയുന്നത്. സ്തോത്രം. ഞാനൊരിക്കൽ എനിക്കൊരു അസുഖം ബാധിച്ചിട്ട് ഞാൻ ആ അസുഖത്തിന് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് ഈ സ്റ്റേജിൽ പ്രസംഗിക്കുക. പ്രസംഗം കഴിഞ്ഞപ്പം ജനത്തെ മുമ്പോട്ട് വിളിച്ചപ്പം ഞാൻ ഇതിൽ ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ നിന്നൊരു അങ്കിള് പറഞ്ഞു, അദ്ദേഹത്തിന് ഇന്ന രോഗമാണെന്ന് പറഞ്ഞു. സെയിം രോഗത്തിന് ഗുളിക ഞാൻ കഴിച്ചേക്കുക. ഞാൻ ആ പുള്ളിയുടെ വയറെ കൈവച്ച് ആ രോഗസൗഖ്യത്തിന് പ്രാർത്ഥിച്ചു. വൈകിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 6.5 മാസമായ രോഗം ആ പ്രാർത്ഥനയെ സൗഖ്യമായി. അപ്പോഴും അനിപ്പാസ്റ്റർ ആ യോഗത്തിന് മരുന്ന് കഴിച്ചായിരുന്നു. ഞാൻ നിന്നോട് ദൂത് പറയാം, നീ എത്ര വലിയ കഷ്ടകാലത്തിലാണെങ്കിലും ഒരുത്തന് പ്രാർത്ഥിക്കാൻ നിന്റെ മുമ്പിൽ കിട്ടിയാൽ നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ യേശുവിന്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യ. ഇന്ന് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ ദൈവം സംസാരിക്കുക. നീ കഷ്ടകാലത്തിലാ, പക്ഷെ നീ പ്രാർത്ഥിച്ചാൽ അവനും വിടുതൽ കിട്ടും, നിനക്ക് വിടുതൽ കിട്ടും. അന്ന് പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, അനിപ്പാസ്റ്റർ ഞാൻ സൗഖ്യമായി. ഞാൻ തിരിച്ചു പറഞ്ഞു, ഞാനും സൗഖ്യമായി. നിങ്ങൾ മിണ്ടുന്നില്ല. യോബേ, നിന്റെ ഗതികേട് മാറത്തില്ലെന്ന് നാട്ടുകാർ പറയുക. പക്ഷെ നിന്റെ ഗതികേട് ഞാൻ മാറ്റാം. നിന്റെ അടുക്കൽ ഒരുത്തനെ ഞാൻ വിടുക. നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്ഥിതി ഞാൻ മാറ്റും. എനിക്കെന്തോ ദൈവം ബോധ്യം തരിക. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം പറയുക, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദൗത്യം ചിലരെ ഫലമേൽപ്പിക്കുക. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. എനിക്കെന്തോ ദൈവാത്മാവ് ഉറപ്പ് തരിക. ആ ബ്രദർ ഒന്ന് കൈപൊക്കി പിടിച്ചേ. ആ അച്ഛനൊന്ന് അച്ഛൻ്റെ അടുക്കൽ ദൈവം വന്ന് നിന്നുകൊണ്ട് പറയുക,
നീ ചിലർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ സ്ഥിതിക്ക് ഭേദം വരുമെന്ന് ഒരു വെളിപ്പാട് നിന്നെക്കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. അദ്ദേഹം മേറാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് എനിക്കറിയത്തില്ല, സ്തോത്രം. പക്ഷെ ദൈവം പറയുക, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ അടുക്കൽ ദൈവം വിടാൻ പോവുക. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്ഥിതി ഇപ്പോൾ ചുരുങ്ങിപ്പോയ അതിര് വിസ്താരമാകും. ഇപ്പോൾ ശത്രു വരച്ചിട്ട വൃത്തം പൊട്ടും. നിന്റെ സ്ഥിതി മാറുന്ന വെളിപ്പാട്. ഗ്ലോറി ടു ഗോഡ്. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഉറപ്പ് തരിക, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അച്ഛൻ രാത്രിയിൽ എഴുന്നേറ്റ് 12-1 മണിയൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, മറ്റുള്ളവരുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനാ. ദൈവം പറയാം, അത് പിന്നെ ചെയ്തോണം. അദ്ദേഹം കണ്ടോ, നിങ്ങളെ ആരെയും എഴുന്നേൽപ്പിച്ചില്ല. ഇവിടെ 1000-ഓടടുത്ത ആൾക്കാരിപ്പുണ്ട്, ആരെയും എഴുന്നേൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ആ മനുഷ്യനെ മാത്രം എഴുന്നേൽപ്പിച്ചു പറഞ്ഞു, ഇപ്പം നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് ചെയ്തോ. ആമി, നിന്റെ സ്ഥിതിക്ക് ഉടനെ മാറ്റം തരും. ഓ ഹല്ലേലൂയ. എനിക്കെന്തോ വലിയ ദൈവബോധ്യം ദൈവം തരിക. ഇന്ന് ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ സ്ഥിതി മാറാൻ പോകുകയാ. നമുക്ക് വചനത്തിലോട്ട് വരാം. വചനത്തിന് നടുവിൽ ദൂത് പറയുമ്പം ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി സംസാരിക്കാൻ പോവാ. ആൻറ്റിയുടെ ഒന്ന് കൈ ഉയർത്തി പിടിക്കാമോ? ജീസസ്. അല്ല, പുറകില്ല. ആൻറ്റി തന്നെ. ജീസസ്. ദൈവത്തിന് നിന്റെ വീടിനകത്ത് ഒരു വലിയ കാര്യം ചെയ്യാൻ ദൈവം ഇങ്ങനെ ധൃതി കൂട്ടുക. പക്ഷെ ദൈവം ധൃതി കൂട്ടുന്ന പോലെ നീ ഒരു ധൃതി കൂട്ടുന്നില്ല. എന്നെ നോക്കിയേ, നിന്റെ ആ സാമട്ടൊക്കെ ഒന്ന് മാറ്റാമോ? ജീസസ്. പൊതുവെ ഇച്ചിരി സ്ലോയാ, അതൊന്ന് മാറ്റി നീ കുറച്ചുകൂടെ ഒന്ന് ധൃതി കൂട്ടിയാൽ വേഗത്തിൽ നിന്റെ വീട്ടിൽ ചെയ്ത് തീർക്കേണ്ട ചില കാര്യം. ഓ, ഒരു വീട് പെയിന്റ് അടിച്ച് ആ വീട് മുഴുവൻ അലങ്കാരമുള്ള ബൾബുകൾ കത്തിച്ച്, ജീസസ്, ചില ദിവസങ്ങൾ ആ വീട്ടിൽ ലൈറ്റ് കത്തിയും കെട്ടിയും കടന്ന് അവിടെ ഒരു വിരുന്ന് വീട് പോലെ. ഓ നന്ദി കർത്താവേ. ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം, ഒരാളോട് മാത്രമല്ല. നിങ്ങൾ സ്ലോ ആകരുത്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. എന്തോ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുക, എന്തോ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുക. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ആർക്കും തടയാൻ പറ്റാത്തൊരു പ്രവൃത്തി നിന്റെ കുടുംബത്തിനകത്ത് അഴിച്ചുവിടാൻ പോവുക. സ്തോത്രം. അമ്മി, അടുത്തിരിക്കുന്ന ആളെ നോക്കിയേച്ച് പറ, നിന്റെ സ്ഥിതി ഉടനെ മാറുമെന്ന് പറ. നിന്റെ സ്ഥിതി ഉടനെ മാറും. നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി ഉടനെ മാറും. ഞാൻ കാണുക പാസ്റ്ററെ, ആ വീടെല്ലാം പെയിന്റ് അടിച്ച്. ജീസസ്. അത് ആ വീട്, അതിനർത്ഥം എന്നാന്നറിയോ? ആ കുടു കഴിയാൻ പോവാന്ന. ഒരു കാര്യം, നിന്റെ കുടുക്ക് ദൈവം അഴിക്കാം, പക്ഷെ നിന്റെ സ്ലോ ആകുന്ന ആ അനുഭവം ഒന്ന് മാറണം. ജീസസ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ കർത്താവിനെ പിടിച്ചാൽ പോരാ. ജീസസ്. എപ്പോഴും കർത്താവിനെ ഒരേപോലെ പിടിക്കണം. അങ്ങനെ ചെയ്യുവോ? അങ്ങനെ ചെയ്യുവോ? അങ്ങനെ ചെയ്യുവോ? നിനക്ക് വേണ്ടി ഇന്ന് അഡ്വക്കേറ്റിന്റെ കോട്ടിട്ട് ഞാൻ വെളിപ്പാട് കണ്ടോണ്ടാ ഈ ശുശ്രൂഷ ചെയ്യുന്നേ. കുരുങ്ങി കുരുങ്ങി കിടക്കുന്ന ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുന്ന ടീച്ചറുടെ കഴിയുമ്പോൾ ഞാൻ എഴുന്നേൽപ്പിക്കാം. എനിക്ക് ദൈവാത്മാവ് വലിയ ബോധ്യം തരിക. ഇതിനകത്ത് രണ്ട് അവിടെ കണ്ണാടി വെച്ച റെഡ് ചുരിദാറിട്ട കുഞ്ഞിനപ്പുറത്തിരിക്കുന്ന കണ്ണാടി വെച്ച സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ജീസസ്. ഹല്ലേലൂയ. ഞാനൊരു വെളിപ്പാട് കാണുക. ചില വീടിൻ്റെ വാതിലുകളെ തുറന്ന് ഇന്ന് കർത്താവ് ചില വീടുകൾക്കകത്ത് പ്രവേശിക്കും. ജീസസ്, ജീസസ്. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ഒരു പ്രശ്നവും കൊണ്ടാ നീ ഇപ്പം വന്നേക്കുന്നേ. ജീസസ്. നീ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പം നിന്റെ വീടിനകത്ത് മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാര് കയറിയ പോലെ
ഇന്ന് ചില മാനസിക രോഗികൾ സൗഖ്യമാകുന്നത് ഞാൻ കാണുന്നു. ചില വീടുകൾക്കകത്ത് മെന്റൽ ഡിപ്രഷന് ഗുളിക കടിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് തൊടുകയാ. ഓ യേശുവിന്റെ Glory to God. Glory to God. ഞാനൊരു വലിയ കാഴ്ച കാണുക. സിസ്റ്റർ ഒരു മിനിറ്റ് നിൽക്കണം. സിസ്റ്റർ കാര്യത്തിലോട്ട് വരുക. 4 പാളികളുള്ള ഒരു വീടിൻ്റെ ഡോറ്. ആ വീടിൻ്റെ ഡോറ് തുറക്കുമ്പം സൂര്യപ്രകാശം അകത്ത് കയറുന്ന പോലെ ആ വീടിനകത്തോട്ട് പ്രകാശം കയറുന്നു. നിന്റെ വീടിനകത്തോട്ട് അത് കയറാൻ പോവാന്നാ ദൈവം പറയുന്നേ. ഓ, അവിടെ അന്ധകാരം. ഈ ആൻറ്റിയുടെ മകന് എഡ്യൂക്കേഷന് വേണ്ടി വേറെ രാജ്യത്ത് പോകാനായിട്ട് പല വാതിലുകളിൽ പൈസയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു. ഒത്തിരി ആൾക്കാരോട് ചോദിച്ചു, ഒരു രക്ഷയോ ആരും സഹായിച്ചില്ല. അവസാനം അവരുടെ വീട് വിൽക്കാൻ വേണ്ടി അവര് ഒരുങ്ങി ഇപ്പോൾ ഇവിടെ ആയിരിക്കുക. ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വീടിന്റെ മേൽ കാര്യം തന്നെ പറയുന്നേ. ആ വാതിൽ തുറക്കാൻ പോവാ. നിന്റെ കുഞ്ഞിനുള്ള വഴി അവിടെ വെളിപ്പെട്ടു വരും. യേശുവിന്റെ എന്തോ ഒരു അത്ഭുതം ആ വീട്ടിൽ നടക്കാൻ പോവാ. ഞാൻ നിങ്ങളോട് പറയാം, ഇതിനകത്തിരിക്കുന്ന എല്ലാവരെയും ദൈവം കണ്ടുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തില് അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കൈ കൊടുത്തേച്ച് പറ, ദൈവം എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. നിന്റെ കുഞ്ഞ് അവിടെ പോകും, അതിന് വഴി ഒരുക്കുകയും ചെയ്യും. ഇന്ന് തൊട്ട് 52 ദിവസം എന്നെ എണ്ണി കാണിക്കുക. 52 days എഴുതിയിട്ടോ. 52 ദിവസത്തിനകം. Glory to God. Glory to God. Rabana hamnana baudamanaraga. ഞാൻ ഇച്ചിരുടെ കളിമൺ നിങ്ങളുടെ ഇടയിലോട്ട് ശുശ്രൂഷിക്കാൻ ഇറങ്ങും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ജീസസ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വലിയ കാര്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കാൻ പോവുക. അപ്പൊ ഇരുന്നാട്ട് ശീലാസും തിമത്തിയോസും സ്തോത്രം വന്നപ്പോൾ, ശീലാസും തിമത്തിയോസും മക്കദോനിയയിൽ നിന്ന് വന്നാറേ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട്. പൗലോസ് അങ്ങോട്ട് വചനഘോഷണത്തില് ശുഷ്കാന്തി പൂണ്ടു. യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവനങ്ങോട്ട് വെളിപ്പെടുത്തി യേശു തന്നെ ക്രിസ്തു എന്നങ്ങോട്ട് തെളിയിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. പൗലോസ് പ്രസംഗിച്ചപ്പം ഇവര് എതിര് പറഞ്ഞു. അപ്പൊ സുവിശേഷത്തിന് എന്തോ ഉണ്ട്. ഒന്ന് പറഞ്ഞേ. എതിരുണ്ട് ഇല്ലയോ? ഉണ്ട്. ആരേലും ഒക്കെ എതിര് പറയുന്നുണ്ടേ സുവിശേഷ വേല നിർത്തുന്നവനെ സുവിശേഷ വേലയ്ക്ക് കൊള്ളത്തില്ല. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവനെ ദൈവരാജ്യത്തിന് കൊള്ളത്തില്ലെന്നാ ഒരാമീൻ പറഞ്ഞാട്ട്. അപ്പൊ ആരേലും ഒക്കെ നിന്നെ എതിർക്കും. ഒരാൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഓർത്തോണം, ഈ പാസ്റ്റർമാർക്കൂടെ ഒരു ദൂതാകട്ടെ, നിനക്ക് മുമ്പിൽ ആരേലും ഒക്കെ എതിർക്കാനുണ്ടെങ്കിൽ അതിനർത്ഥം നിന്റെ ശുശ്രൂഷ ഫലിച്ചെന്നാ. ആരും എതിർക്കുന്നില്ല ഓർത്തോണം, വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് എതിർപ്പ് കൂടുമ്പോൾ ഓർത്തോണം, ശുശ്രൂഷ നിർത്തി വീട്ടിൽ പോകരുത്. എതിർക്കുന്നവന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കണം. ഒരാമീൻ വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരിക, ചില എതിരാളികൾ നിനക്കുണ്ടായത് നിന്റെ തകർച്ചയ്ക്കല്ല, നിന്റെ വിജയത്തിനാ. സ്തോത്രം, സ്തോത്രം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ ഇച്ചിരി ഗഹനമായിട്ട് ശ്രദ്ധിക്കണം. സ്തോത്രം. ദാവീദ് ചെന്നിടത്ത് മുഴുവൻ ദാവീദിനെതിരാ. ചേട്ടന്മാരത് പട്ടാളത്തിലാ, ഒരു എതിരുമില്ല. അമ്മമാർ ഇടക്കിടയ്ക്ക് വിറയ്ക്കും, ഇടക്കിടയ്ക്ക് കട്ടിലേക്ക് കയറി കിടക്കും. സ്തോത്രം. എന്നാൽ ദാവീദ് കൊട്ടാരത്തിൽ ചെന്നാൽ ശൗലെതിര്. സ്തോത്രം. അടുത്ത ഒരു സ്ഥലത്ത് ചെന്നാൽ വേറൊരാളെതിര്. മൊത്തം എതിരാ. കാര്യം എന്താ? ദാവീദിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമാ വിഷയം. വീട്ടിലും നാട്ടിലും ഒക്കെ എതിരുണ്ട് ഓർത്തോണം. സ്തോത്രം. നിന്റെ മേൽ വീണ അഭിഷേകം ഒരു പ്രത്യേക അഭിഷേകം. ഒരാമീൻ വരുന്നില്ല. എന്നോട് ദൈവം പറയാ, നിന്റെ മേലിരിക്കുന്ന അഭിഷേകം എതിരുകളെ ജയിക്കും, എതിർപ്പുകളെ ജയിക്കും. സ്തോത്രം, സ്തോത്രം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തേച്ചു, എന്തിനാ ഇങ്ങനെ പേടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചേ. സ്തോത്രം, സ്തോത്രം. എന്തിനാ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? ചിലർക്ക് മൊത്തത്തിൽ പേടിയാ.
സ്തോത്രം, സ്തോത്രം. ബിസിനസ് എന്തുവാവും? ജോലി എന്തുവാവും? നാളെ ജോലി ഉണ്ടോ? ഇങ്ങനെയൊക്കെ എന്തിനാ ടെൻഷൻ എടുക്കുന്നേ? സ്തോത്രം. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം എത്തിച്ചു കൊടുക്കുന്നവനാ ദൈവം. ആ പേടിയൊക്കെ ഒന്ന് വിട്ടേ, ആ ഭയമൊക്കെ ഒന്ന് വിട്ടേ. എന്നിട്ട് പറയണം, ഈ പ്രാർത്ഥനയിൽ ഞാൻ ആ എതിരാളിയെ ജയിക്കാൻ പോവുക. സ്തോത്രം. അപ്പം പൗലോസിന് എന്നോട് അവർ എതിർത്ത് സംസാരിച്ചു. ഉടനെ പൗലോസ് എന്താ ചെയ്തതെന്ന് കേട്ടോണേ. എതിർത്ത് സംസാരിച്ച ഉടനെ, സ്തോത്രം, അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ. എതിര് പറയുകയും ചെയ്യും, ദുഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇപ്പൊ സമ്മാനം തരും. ദുഷിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് പറയുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. ചെല്ലു പറയുമോ, ഞങ്ങളെ കുറിച്ച് ആരും വേണ്ടാത്ത പറയത്തില്ല, സാത്താൻ പോലും വേണ്ട. ആരേലുമൊക്കെ വേണ്ടാതെ പറയുന്നുണ്ട്, ഓർത്തോണം. കേരളത്തിൽ മോശം പറയാത്ത ഒറ്റ ഉപദേശിമാരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. അതെന്നാ കാര്യം? സ്തോത്രമൊക്കെ പോയോ? ഒരേ സ്ഥലത്ത് രണ്ട് മാവ് രണ്ട് പേരുടെ കോമ്പൗണ്ടിൽ നിൽക്കുക. ഒന്ന് പാപ്പച്ചൻ്റെ കോമ്പൗണ്ടിൽ ഒരു മാവുണ്ട്, ഇപ്പുറത്തെ ചാക്കോയുടെ കോമ്പൗണ്ടിൽ ഒരു മാവുണ്ട്. ചാക്കോയുടെ മാവേൽ ഇന്ന് വരെ ആ പഞ്ചായത്തിൽ ആരും എറിഞ്ഞിട്ടില്ല. കാരണം ഒരു കുഞ്ഞുമാങ്ങ പോലും അതിലുണ്ടായിട്ടില്ല. ഇപ്പുറത്തെ പറമ്പിൽ സൈക്കിളിൽ പോകുന്നവൻ സൈക്കിൾ നിർത്തി എറിയുക, കാറിൽ പോകുന്നവൻ കാറ് നിർത്തി. മനസ്സിലായില്ല? രാത്രി നല്ല മാങ്ങ പൊഴിഞ്ഞു കിടക്കുമ്പോൾ വണ്ടി നിർത്തി എടുത്തിട്ടില്ലേ? ഇതെങ്ങനെ വെളിപ്പെട്ടെന്നാണോ? വെളിപ്പെട്ടൊന്നുമല്ല, നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ പേരെ. പോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഫലമുള്ള മാവിനെ ഇല്ലാത്തതിനെ ആരും ഇന്ന് വരെ ചാക്കോയുടെ പാവിനെ ആരും നോക്കിയിട്ട് പോലും. കാര്യം നോക്കാനില്ലല്ലോ. ഇപ്പൊ പൗലോസിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? ദുഷിക്കാൻ തുടങ്ങി. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ. ഈ ഹന്നായെ പെനീന ദുഷിച്ചോണ്ടാ ഹന്ന നല്ല പ്രാർത്ഥനക്കാരിയായി. ചില എതിര് നിനക്ക് വന്നത് നിന്നെ നല്ല പ്രാർത്ഥനക്കാരിയാക്കാനാ. പിടികിട്ടിയോ? നിന്റെ രക്തബന്ധങ്ങൾ നിന്നോട് എതിർക്കുന്നത്, യോസഫേ, യോസഫേ, നിന്റെ ചേട്ടന്മാർ ചാക്കുകൊണ്ട് ഇറക്കുമ്പോ നീ അളന്നു കൊടുക്കുന്നവനാകും. യോസഫിന്റെ ചേട്ടന്മാരല്ല ഇപ്പൊ ചാക്കും തോളെ വെച്ചോണ്ട് ഇറക്കാൻ വരുക ധാന്യം. യോസഫ് പറയാ, ഉമാരെല്ലാം കൂടെ എന്നെ ഇല്ലായ്മക്കാരനാക്കി കളഞ്ഞു. പക്ഷെ ഇപ്പൊ ആ ഇരക്കാൻ വന്നവനെ അളന്നു കൊടുക്കുക പുള്ളി. ഉണ്ടെന്നില്ല. എന്താ പാസ്റ്ററെ, എന്തോ എതിർപ്പാ. മോശയാന്ന് ജനിച്ചപ്പം തൊട്ടെതിരാ. അപ്പൻ വായിക്ക് പൊത്തുന്ന, അമ്മ വായിക്ക് പൊത്തും. മോശ മനസ്സിൽ പറഞ്ഞ് ജനിക്കാതിരുന്നാ മതിയായിരുന്നു. ഉണ്ടോ? 40 ലക്ഷത്തിൻ്റെ വിടുതല അവൻ്റെ കയ്യിൽ ഇരിക്കുന്നു. എതിരികളുണ്ട്, ഓർത്തോണം. എന്തോ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുക. ഏത് എതിർപ്പിന്റെ പിമ്പിലും ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ഓ ജീസസ്. അവർ അവനെ ദുഷിക്കാൻ തുടങ്ങി. ആരെങ്കിലുമൊക്കെ നിന്നെ ദൂഷിക്കുന്നുണ്ട്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ആ യേശുവിൻ്റെ നാമം ധരിച്ച് അവനെ മഹത്വപ്പെടുത്തണം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. അവൻ്റെ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ. ഞാൻ പെട്ടെന്ന് ഈ ഭാഗത്തോട്ട് തിരിച്ചു വരാം, അല്ലേ ഇങ്ങും എത്തത്തില്ല. അതുകൊണ്ടാണ്. സ്തോത്രം. അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവർ അവനെ ദൂഷിക്കാനായിട്ട് തുടങ്ങി. ഉടനെ പൗലോസ് ചെയ്തത്, സ്തോത്രം, അവൻ വസ്ത്രം കുടഞ്ഞ് നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. നേരത്ത് പറഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടെ വിട്ട് തീത്തോസ് യുസ്തോസ് എന്നൊരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് ഉടനെ എന്ത് ചെയ്തു? തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. മൊത്തം പേരും അങ്ങ് രക്ഷിക്കപ്പെട്ടു. മൊത്തം പേരും അങ്ങ് സ്നാനപ്പെട്ടു. സ്തോത്രം.
പൗലോസ് വിചാരിച്ചു ഇത്രയും നാൾ പ്രവർത്തിച്ചിട്ടും വലിയ ഗുണമെന്ന് വിചാരിച്ചു ഓടിപ്പോകാൻ തുടങ്ങിയപ്പോൾ 9-ാം വാക്യത്തിൽ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, രാത്രി ദർശനത്തിൽ കർത്താവ് പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക. പൗലോസേ, നീ ഭയപ്പെടാതെ പ്രസംഗിച്ചോ, മിണ്ടാതിരിക്കരുത്. ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. എന്നെ നോക്കി, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊക്കെ വലിയ പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊക്കെ, അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചു പറയാം, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടെന്ന് പറ. ചിരിച്ചോണ്ട് പറ, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ, ചിരിച്ചോണ്ട് പറ, ദൈവത്തിന് നിന്നെക്കുറിച്ച്. ഓ ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ആ കയ്യെ പിടിച്ചൊന്ന് കുലുക്കി വെച്ച് പറ, ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതി ഉണ്ടെന്ന് പറ. വലിയ പദ്ധതി. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെക്കുറിച്ച് എന്തുണ്ട്? ഓ ഹല്ലേലൂയ. രണ്ടുപേരെ ഒന്ന് തൊട്ടേച്ച് പറ, ദൈവത്തിന് നിന്നെക്കുറിച്ച്. ചിരിച്ചോണ്ട് പറഞ്ഞേ, ഹല്ലേലൂയ. എന്തോ വലിയ കാര്യം ഇന്ന് നടക്കാൻ പോവാ. ദൈവത്തിന് നിന്നെക്കുറിച്ച് എന്തുണ്ട്? ആ പദ്ധതി അറിയണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഈ ചിലരുടെ ഒരു കുഴപ്പം പറയാം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, അതോടെ എല്ലാം തീർന്നു. അങ്ങനല്ല. രക്ഷ കൊണ്ടും സ്നാനം കൊണ്ടും അഭിഷേകം കൊണ്ടും ഒതുങ്ങരുത്. അടുത്ത ലെവലിൽ കയറണം. ദൈവം നിന്നോട് ഇടപെടുന്ന വഴികള് വചനത്തിലൂടെ, പ്രവചനത്തിലൂടെ, ദർശനത്തിലൂടെ, സ്വപ്നത്തിലൂടെ, വെളിപ്പാടുകളിലൂടെ ഒക്കെയാണ് നിന്റെ ഭാവി പദ്ധതി ദൈവം വെളിപ്പെടുത്തുന്നത്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, ഈ ദിവസങ്ങളിൽ നിനക്ക് ദർശനങ്ങൾ തന്ന്, വെളിപ്പാടുകൾ തന്ന്, പ്രവചനങ്ങൾ തന്ന്, സ്വപ്നങ്ങൾ തന്ന്, ഭാവിയുടെ കാര്യങ്ങൾ തന്ന് നിന്നെ ദൈവം വേറൊരു റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുക. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് ദൈവം ദൂത് പറയുക, നിന്നോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്, ദർശനത്തിലൂടെ സംസാരിക്കാനുണ്ട്, വെളിപ്പാടിലൂടെ. ഈ ദർശനങ്ങൾ കൂടുതൽ ഈ രാത്രിയിലാണ് കിട്ടുന്നത്. എന്തുവാ? രാത്രിയിലാ ദർശനം കിട്ടുന്നത്. സ്തോത്രം. ഒരു രാത്രിയിൽ നിങ്ങളൊരു ദർശനം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു കടന്നുറങ്ങാറുണ്ടോ? കർത്താവ്, ഇന്ന് രാത്രി എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്കൊരു ദർശനം തരണം. അതിന് നമ്മൾ സ്തോത്രം തൃശ്ശൂർ നിന്നൊരു പാസ്റ്ററെ കൊണ്ടുവരണ്ട. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ അത് കിട്ടും. ഒരാമയും വരുന്നില്ല. ഞാനൊരിക്കലൊരു സ്ഥലത്ത് ദൈവവചനം പറയാനായിട്ട് ചെന്ന സമയത്ത് സ്തോത്രം ഒരു മോൻ 2 ക്രച്ചസിൻ്റെ സഹായത്തോടെ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ബോംബെയിലാണ്. അവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇവന് ഓട്ട മത്സരത്തിൽ ഒത്തിരി സമ്മാനം വാങ്ങിച്ച മോനാണ്. ഒരു ദിവസം ഓടിയപ്പോൾ വീണ് കാലൊടിഞ്ഞു പോയി. അവിടെ ഉള്ളൊരു സ്ഥലത്ത് ഓപ്പറേഷൻ ചെയ്താൽ, പക്ഷേ ഓപ്പറേഷൻ ശരിയായില്ല. ഇപ്പം വീൽ ചെയറിലാണ്. ഇവൻ ഇനി ഒരിക്കലും ഓടത്തില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത്. പക്ഷേ പാസ്റ്റർ, ഞാനൊരു ദർശനം കണ്ടു, എൻ്റെ കുഞ്ഞിന് പിന്നെയും ട്രോഫി കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞത് 100 ഡിഗ്രിയെ തള്ളിയര്, എന്നിട്ട് അമ്മ കണ്ട ദർശനത്തെ മുറുക്കെ പിടിച്ചോ. ജീസസ്, നിന്റെ ഭാവിയെക്കുറിച്ച് നാട്ടുകാരല്ല സംസാരിക്കുന്നേ, നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവം സംസാരിക്കും. ദർശനത്തിലൂടെ, സ്വപ്നത്തിലൂടെ. Glory to God. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ, എനിക്കൊരു ദർശനം തരണേ, എനിക്കൊരു വെളിപ്പാട് തരണേ. എത്ര പേര് അതിനെ പ്രാർത്ഥിക്കും? എന്നോട് ദൈവാത്മാ പറയാം, നിന്റെ ഭാവി ഇങ്ങനല്ല, നിന്റെ വീട് ഇങ്ങനല്ല, നിന്റെ ഫ്യൂച്ചർ ഇങ്ങനല്ല, ഇപ്പോൾ അനുഭവിക്കുന്നതല്ല നിന്റെ ഭാവി. ഇത് മാറാൻ പോവുക. ദർശനം പ്രാപിക്കണം, ദർശനം പ്രാപിക്കണം. ഇന്ന് പോകുന്നതിന് മുമ്പ് നീ ഒരു ദർശനം പ്രാപിക്കണം. സ്തോത്രം. തിരിച്ചറിഞ്ഞൊരു ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ചോടെ ദർശനം പ്രാപിക്കണമെന്ന് പറ. സ്തോത്രം. ദർശനമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ. സ്തോത്രം. ദർശനം, വെളിപ്പാട്, പ്രവചനം. ഞാൻ ചുമ്മാ കണ്ടെന്ന് പറഞ്ഞ് കയറി അടിക്കരുത്. മിണ്ടുന്നില്ല. ഞാൻ ചുമ്മാതെ കണ്ടെന്ന് പറഞ്ഞ് കയറി അടിക്കരുത്. ശ്രദ്ധിച്ചു കയറണം. സ്തോത്രം.
വെള്ളപ്പൊക്കം വന്നപ്പോൾ ചിലർ പറഞ്ഞു, ഞാൻ 3 ആഴ്ച മുമ്പ് കണ്ടായിരുന്നു, വെള്ളം പൊങ്ങി എല്ലാവരും ഓടിപ്പോന്നു. എന്നാൽ പിന്നെ അന്ന് പറയാൻ ഞാൻ കണ്ടാൻ പറ്റുന്നില്ല. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രവചനം, ഭാവി കാലങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാ പ്രവചനം. 30 വർഷം മുമ്പ് എന്നോട് പ്രവചിച്ച പ്രവചനം അന്ന് എനിക്ക് അറിവില്ലായതുകൊണ്ട് ചിരിച്ചു തള്ളി. എന്നാൽ അന്ന് പ്രവചനം കേട്ട മുഴുവൻ പ്രവചനവും ഇന്ന് നിറവേറി കഴിഞ്ഞു. ഒരാമയും വരുന്നില്ല. സ്തോത്രം. ഞാൻ ഒരിക്കലൊരു വലിയ കൺവെൻഷനിൽ പ്രസംഗിക്കുക. ആയിരക്കണക്കിന് ആൾക്കാരുള്ളൊരു യോഗമാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു പെങ്കൊച്ച് പ്രസംഗത്തിനിടയിൽ എഴുന്നേറ്റു. എനിക്ക് മനസ്സിലായി അവളെ പ്രവചിക്കാനാണ് എഴുന്നേക്കുന്നത്. 1 മിനിറ്റ് ഞാൻ ശാന്തമായപ്പം കൊച്ചു പ്രവചിച്ചു, സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എനിക്ക് നേരെ വിരളി ചൂണ്ടിക്കൊണ്ട, എൻ്റെ ദാസനെ നിന്നെ ഇറാനിൽ ശുശ്രൂഷയ്ക്ക് വിടാൻ പോവുക. എവിടാ? അന്ന് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത പാസ്റ്റർ ഗൾഫ് രാജ്യത്ത് ജോലിയുള്ള ആളാ. പുള്ളിയോട് ഞാൻ ചോദിച്ചു, ഇറാനി സഭയുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ജയിലുണ്ടെന്ന് പറഞ്ഞു. പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കൊച്ചു പ്രവചിച്ചു. എൻ്റെ ബൈബിളിൽ വെച്ച പേപ്പറിൽ ഞാൻ എഴുതിയിട്ടു, നിന്നെ ഇറാനിൽ വിടും. നാള് കുറച്ച് കഴിഞ്ഞു. ഒരു ദിവസം ദുബായ് ചെന്ന് പ്രസംഗം കഴിഞ്ഞ് പോരുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ മറ്റൊരു ശുശ്രൂഷ ചെയ്യണം. അവരെന്നെ വിടത്തില്ല. അവരെന്നോട് പറഞ്ഞു, നാട്ടിൽ പോയ പാസ്റ്റർ തിരക്കുകൊണ്ട് തിരിച്ചു വരത്തില്ല. അതുകൊണ്ട് വിസ ചേഞ്ചിനായിട്ട് ഇവിടെ ഇറാനിലൊരു സ്ഥലമുണ്ട്, കിഷ് എന്ന സ്ഥലത്തിൻ്റെ പേര്, അങ്ങോട്ടൊന്ന് പാമോ? ഞാൻ ചോദിച്ചു, ഒന്നുകൂടെ പറഞ്ഞേ. ഇറാനിൽ കിഷ്. ഞാൻ പറഞ്ഞു പോവാ. കാര്യം 15 പ്രവചനം കിടക്കുക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. നിന്റെ വീടിനെ കുറിച്ച് ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ. സ്തോത്രം. വേദപുസ്തകത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ട്. വായിക്കണ്ട, എന്നെ നോക്കിയിരുന്നാൽ മതി. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലാണ് അവനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. 1, അവൻ ഭക്തനായിരുന്നു. 2, ദൈവത്തെ ഭയമുള്ളവനായിരുന്നു. 3, വളരെ ധർമ്മം കൊടുത്തു പോന്നു. 4, എപ്പോഴും പ്രാർത്ഥിക്കും. ശ്രദ്ധിക്കണം. 1 ഭക്തൻ, 2 ദൈവത്തെ ഭയമുള്ളവൻ, 3 ധർമ്മം കൊടുക്കുന്നവൻ, 4 എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. ഈ 4 വിശേഷതയുള്ളവരുടെ അടുക്കൽ ദർശനത്തിൽ ദൈവം ഇറങ്ങി. നീ പത്രോസിനെ വരുത്തണം. അതെന്നാ കാര്യം? ഇതുവരെ നടക്കാത്ത ഒരു കാര്യം നിന്റെ വീട്ടിൽ നടക്കാൻ പോവുക. പത്രോസ് വരണം. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവം പറയാം, നിന്റെ വീട്ടിൽ നടക്കേണ്ടത് എന്തോ നിന്റെ കുടുംബത്തിൽ നടക്കാൻ ദൈവം ചില ദർശനങ്ങൾ തരാൻ പോവുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനൊരു പ്രവചന ദൂത് പറയാം. ഇന്ന് ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിന്റെ മുഖച്ഛായ മാറാൻ പോവുക. ഇതുവരെ നടക്കാത്ത ചില സംഭവങ്ങൾ നിന്റെ വീട്ടിൽ നടക്കാൻ പോവുക. ഇന്ന് ചില വീടുകൾക്കകത്തു വരെ ഈ വിടുതലിന്റെ ധ്വനി ഉണ്ടാകാൻ പോവുക. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ഒരുപക്ഷെ നീ വിദേശത്തായിരിക്കാം, കടലുകൾക്കപ്പുറത്തായിരിക്കാം, ഇവിടായിരിക്കാം. നിന്റെ വീടിനകത്തോട്ട് ദൈവം എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാ. വിശ്വാസം കൊണ്ട് ഒരു സ്തോത്രം ചെയ്യുക. എനിക്ക് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വീടിനകത്ത് നീ ഇതുവരെ ചെയ്തതെല്ലാം മേളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ വേറൊന്നുകൂടെ ചെയ്യാനുണ്ട്. പത്രോസ് ഇവിടെ വരണം. സ്തോത്രം. പത്രോസിനെ വീട്ടിൽ വരുത്തി. ഉടനെ കൊർന്നല്യോസ് പറയുക, കർത്താവ് നിന്നോട് കൽപ്പിച്ചത് കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ സന്നിധി കൂടി വന്നിരിക്കുന്നു. എന്താ കേൾക്കാനാ? കർത്താവ് നിന്നോട് കൽപ്പിച്ചത് കേൾക്കാൻ. പത്രോസ് എഴുന്നേറ്റ് പ്രസംഗം തുടങ്ങി. നോക്കിയേ, ആ വീട്ടിൽ കൂടിയിരുന്നവരുടെ മേൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ വീട്, സ്തോത്രം, ഭക്തനായവൻ്റെ വീട്, ആര് വന്നാലും ധർമ്മം കൊടുക്കുന്ന വീട്, എപ്പോഴും പ്രാർത്ഥിക്കുന്ന വീട്, ആ വീട്ടിൽ ഒരു കാര്യം കൂടെ ദൈവം ചെയ്യുക, വന്നവരെ എല്ലാം നിറയ്ക്കുന്ന ഒരു കൃപ. ഒരാമയും വരുന്നില്ല. നിന്റെ വീട് ശാപം പിടിച്ച വീടാന്ന് ചിലര് പറഞ്ഞില്ലേ? അല്ല, ആ വീട്ടിനകത്ത് ഒരു അഭിഷേകം ഓ നന്ദി കർത്താവേ. ചിലർ കുടുംബങ്ങളുടെ മേൽ കിടക്കുന്ന ശാപങ്ങൾ അഴിയുന്നു. ചില കുടുംബങ്ങളുടെ മേൽ കിടക്കുന്ന ശാപങ്ങൾ അഴിയുന്നു. ഇന്ന് ഈ ദൂത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്മേൽ കിടക്കുന്ന ശാപം യേശു അഴിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? അടുത്തിരിക്കുന്നവർക്കത് കൈ കൊടുത്ത് പറ, നിന്റെ വീടിനകത്ത് എന്തോ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുക. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്നലെ വരെ ധർമ്മം കൊടുക്കാൻ നിന്റെ വീട് തുറന്നു, എന്നാൽ ഇന്ന് നിന്റെ വീടിന് അഭിഷേകം കൊടുക്കാൻ തുറക്കാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. ചില വീടിൻ്റെ മുഖച്ഛായ അടിമുടി മാറാൻ പോവാ. നിന്നെ അവിടെ കൊണ്ട് പാർപ്പിച്ചത് നിന്റെ വീട് ഇങ്ങനെ പോകാനല്ല. നിന്നെ അവിടെ കൊണ്ട് ഇരുത്തിയത് നിന്റെ വീട് ഇങ്ങനെ. കണ്ടോ ചില വീടിന്റെ സ്ഥിതി നിനക്കറിയാം. ഇനി ദൂത് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിന്റെ സ്ഥിതി എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, നീ എഴുതിയിട്ടോ, നിന്റെ വീട്ടിൽ ഇതുവരെ ഉള്ളതിനോടുകൂടെ വേറെ ചിലതോടെ ദൈവം ആഡ് ചെയ്യാൻ പോവാ. ഒരാമയും വരുന്നില്ല. നിന്റെ വീട്ടിൽ വന്ന് ധാരാളം പേർ അഭിഷേകം പ്രാപിക്കുന്നു. നിന്റെ വീടിന്റെ അവസ്ഥയൊക്കെ മാറാൻ പോകുന്നു. കൊർന്നല്യോസേ, ദർശനത്തിലൂടെ ദൈവം സംസാരിക്കുക. Glory to God, glory to God. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾക്ക് ഇന്നൊരു ദർശനം തരണം. എത്ര പേര് പ്രാർത്ഥിക്കും? കൊരിന്തിലെ സഭയുടെ പ്രത്യേകത അറിയാം. ഒരു കൃപാവരത്തിനും ആ റേഞ്ചിലോട്ട് എത്തണം. ചിലരെയൊക്കെ സ്ഥലം മാറി. ഞാൻ പത്തനംതിട്ട ജില്ല ജനിച്ചവനാ, ഇപ്പം ഞാൻ കോട്ടയത്ത് വീട് വെച്ച് താമസിക്കുക. ഞാൻ കോട്ടയത്ത് വരുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചതല്ല, പക്ഷെ ദൈവം കൊണ്ടുവന്നു. എൻ്റെ ജന്മസ്ഥലത്ത് നടക്കാത്ത പലതും ഈ കോട്ടയത്ത് വെച്ച് നടന്നു. എൻ്റെ വീട്ടിൽ വന്ന് ആയിരങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, ആയിരങ്ങൾ സ്നാനപ്പെട്ടിട്ടുണ്ട്. എന്നോട് ദൈവം പറയാം, നിന്റെ വീടിൻ്റെ മുഖച്ഛായ, ശാപം പിടിച്ചെന്ന് പറഞ്ഞ വീട്, ഗതികെട്ടെന്ന് പറഞ്ഞ വീട്, അനുഗ്രഹം ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ വീട്, ആ വീടിനകത്ത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, നിന്റെ വീടിൻ്റെ മുഖച്ഛായ മാറാൻ പോവാന്ന് പറ. സാധാരണ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മുഖച്ഛായ മാറുന്നത്. ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മുഖച്ഛായ മാത്രമല്ല, നിങ്ങളുടെ വീടിൻ്റെ മുഖച്ഛായയുടെ മാറാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ വീട് മലമേലിരിക്കുന്ന പട്ടണം പോലെ, തണ്ടിന്മേൽ കൊളുത്ത. സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്തോ, സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ചോ, ആരാധിക്കാമെങ്കിൽ ആരാധിച്ചോ. യെസ്, നീ ചില വീട്ടിൽ താമസിച്ച പിന്നെ നിനക്ക് പോരാട്ടമെന്ന് നീ പറഞ്ഞില്ലയോ? ആ വീടിനകത്ത് ഇന്നൊരു പദ്ധതി നടക്കാൻ പോവാ. എത്ര നന്മ കൊണ്ടുവന്നിട്ടും ഉതകാത്ത വീടിനകത്ത് ഒരു സമൃദ്ധി വിളിച്ചു വരുത്താൻ പോവാ. ഞാൻ ആത്മീയമായിട്ടൊരു ദൂതുള്ള പറയാം. ചില വീടുമായി ബന്ധപ്പെട്ട് ചിലർക്ക് വീണ കുരുക്ക് ഇന്ന് ദർശനത്തിൽ ദൈവം അഴിക്കുക. ചില വീടിനോട് ബന്ധപ്പെട്ട് ചിലരുടെ ഉള്ളിൽ ആ ദൂത് തട്ടി, ചിലരുടെ ഉള്ളിൽ ആ ദൂതൊരു തീ പോലെ മുഴങ്ങി.
ഒന്നുകൂടെ പറയാം, ജനിച്ച വീട് തൊട്ട്, വളർന്ന വീട് തൊട്ട്, ഇപ്പൊ പാർക്കുന്ന വീട് വരെ എന്തോ ഒരു വലിയ കാര്യം നടക്കാൻ പോവാ. ആ കാര്യം നടന്നു കഴിയും. അതുമായിട്ട് നിനക്ക് വന്ന ചില ഉദര ബന്ധനങ്ങൾ ഇന്നത്തെ ആരാധനയിൽ ഞാൻ ആത്മാവിലൊരു കാഴ്ച, ആ മഞ്ഞ ഷാളിട്ട സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിന്നെ ഒന്ന് തൊടാൻ നിന്റെ അടുക്കൽ വന്ന് നിൽക്കുക. ജീസസ്, ചില ഉദര ബന്ധനങ്ങൾ ഇന്ന് നിന്റെ ശരീരത്തു നിന്ന് അഴിഞ്ഞു പോകും. ശരീരത്തിൽ മുഴകളുള്ളവർ നിങ്ങളുടെ വലത് കൈ ആ മുഴയുള്ള ഭാഗത്തേക്കൊന്ന് വെച്ചാൽ, ജീസസ്, ശരീരത്ത് മുഴകളുള്ളവർ, ജീസസ്, ഹംസോക്കോ ബഹസി, യേശുവിൻ്റെ നാമത്തിൽ ആ എഴുന്നേറ്റ് നിൽക്കുന്ന സിസ്റ്റർ വയറ്റിൽ, ജീസസ്, ഇത്രയുള്ള ജീസസ്, സൗഖ്യത്തിൻ്റെ കരം. തൊട്ടടുത്തിരിക്കുന്ന ആളോട് എഴുന്നേറ്റ്, ഇന്ന് ഭയങ്കര സൗഖ്യങ്ങൾ നടക്കുക. ഈ നിമിഷം എനിക്ക് ആത്മാവിൽ കാണാം. ഈ നിമിഷം നിങ്ങൾ കൈ അവിടുന്ന് എടുക്കരുത്. യേശുവെ, കൈ അവിടുന്ന് എടുക്കരുത്. ഒരുപക്ഷെ ബ്രസ്റ്റിലായിരിക്കും മഴ. സൗഖ്യമാകട്ടെ. എനിക്ക് കാണാം. ആദ്യം എഴുന്നേപ്പിച്ച സിസ്റ്ററിനെ നോക്കണം. ദൈവത്തിൻ്റെ കരുതൽ നീ കാണാൻ പോവാ. ഒരു സൗഖ്യം ഒരാൾക്ക് പ്രതീക്ഷിച്ചാന്നാ വന്നേ. അതെ, അതെ, അതെ. അതൊരു മുഴയുമായി ബന്ധപ്പെട്ടാണോ? അതെ. നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം, ആ രോഗമുള്ള ആള് ആൻറ്റിയ. ഇപ്പോ മോളെ, ആ കണ്ണ് തൊട്ടപ്പുറത്തിരിക്കുന്ന സിസ്റ്റർ എന്ന് തൊട്ടേ. ആ, മോടെ മമ്മിയാണോ? അല്ല, ഒന്ന് തൊട്ടേ, ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നിന്റെ വയറിനകത്ത് ഒരു പ്രശ്നമുണ്ട്. നോക്ക്, പറയാം. നിന്റെ വയറിനകത്ത് എന്നെ നോക്ക്, ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇന്ന് വിട്ടുപോയാൽ വാക്തത്വം കയ്യിലിരിക്കും. ഒരു വലിയ സൗഖ്യം നടക്കാൻ പോവാ. നിങ്ങൾ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ഒരു കൂട്ട സൗഖ്യം. അടിപ്പിണരാൽ
നീ എന്നെ സൗഖ്യമാക്കും കർത്തൻ, നീ എന്റെ സൗഖ്യദായകൻ. തളർന്നു പോയ കൈകൾ തന്നെ ഉയർത്തിപ്പിടിച്ചോ. ഏത് കൈ തളർന്നു ആ കൈ ഉയർത്തിപ്പിടിക്ക്. അസ്ഥിയുടെ ബന്ധങ്ങൾ ഞാനിപ്പോൾ സൗഖ്യം ഭയങ്കര സൗഖ്യങ്ങൾ നടക്കുന്നു. റബന കൈ ഉയർത്തിക്കോ സിസ്റ്ററെ, ഉയർത്ത്. പൊങ്ങട്ടെ പൊങ്ങട്ടെ. യെസ്, എഴുന്നേറ്റ് നിന്ന് ഉയർത്തിക്കോ യേശുവേ. ഇനി ഉയർത്തിക്കോ. യേശു നിന്നെ തൊടുക. താഴ്ത്തിയച്ച് ഉയർത്തിയാട്ട്. ആഹാ ആഹാ. യെസ് സിസ്റ്ററെ, എത്ര നാള് കൊണ്ട് ഈ കൈ ഉയരത്തില്ലായിരുന്നു? 6 മാസമായിട്ട്. 6 മാസമായി ഉയരത്തില്ലായിരുന്നു. ഇപ്പോഴോ? ഇപ്പോഴോ? 6 മാസമായി സ്തംഭിച്ചു പോയ ഈ കയ്യെ 6 സെക്കൻഡ് കൊണ്ട് യേശു. ഓ, ഈ ഭയങ്കര ഹീലിംഗ്. ഓ, ഇവിടെ കയ്യിലുണ്ടായിരുന്ന മുഴ അപ്രത്യക്ഷമാകുകയാ. ഓ, ഭയങ്കര സൗഖ്യത്തിന്റെ കരം. ഞാൻ വീണ്ടും പറയാ, തളർന്ന കൈകൾ ഉയർത്തിക്കോ. ഇന്ന് ചില വീടിന്റെ മുഖച്ഛായ മാറുകയാ. നിങ്ങളുടെ കൈ പൊക്കാൻ പറ്റത്തില്ല, പൊക്കി പിടിച്ചോ. ഇപ്പോൾ യേശു നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നു. സൗഖ്യമായി. യേശു വന്നിട്ടുണ്ട്, ഇന്നും ജീവിക്കുന്നു യേശുവേ. സന്തോഷമായോ? സന്തോഷമായി. 6 മാസം കൊണ്ട് കഴിയാത്തത് ശരീരത്തിലെ മുഴകൾ അപ്രത്യക്ഷമാകുന്ന കാഴ്ച എനിക്ക് ആത്മാവിൽ കാണാം. എനിക്കൊരു ഒരു 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 ദൈവ നടത്തിപ്പ് വരുന്നു എൻ്റെ വീടിനകത്ത്. ഓളെ നീ ഒന്ന് എഴുന്നേറ്റോ. നിനക്ക് വലിയ വിടുതൽ നടക്കാൻ പോവാ. ഗ്ലോറി ടു ഗോഡ്. കരഞ്ഞു കരഞ്ഞ് അവസാനിക്കുന്ന ചരിത്രം മാറാൻ പോവാ. നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കാൻ പോവാ. നിന്റെ ലൈഫ് അച്ഛാ, ഒരു വലിയ വിടുതല്. ഒന്ന് എഴുന്നേറ്റ. യെസ്. നിന്റെ വീട്ടിൽ നിന്ന് ഒന്നിനെ കഴുകൻ കൊത്തിക്കൊണ്ടുപോയി. എന്നാ ഇന്ന് ദൈവം എന്നെ കാണിക്കുക. കൊത്തിക്കൊണ്ടുപോയ കഴുകൻ അതിനെ തിരിച്ച് നിന്റെ വീട്ടിൽ തന്നെ കൊണ്ടിടാൻ പോവാ. യെസ് യെസ് യെസ്. ഒരു തീ ഇറങ്ങട്ടെ, ഒരു തീ. യെസ്. വന്നിട്ടുണ്ട്. നിനക്കൊരു സൗഖ്യം. അച്ഛൻ്റെ മേൽ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു സന്തതിക്ക് വിടുതൽ വരാൻ പോവാ. അതിന് അഴിയാൻ പോവാ. യെസ്. ഇതിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി. ചില വീടിന്റെ മുഖച്ഛായ, ഞാൻ ഇറങ്ങി നിന്ന് പ്രസംഗിക്കുന്ന എന്തിനാ, ചില വീടിന്റെ മുഖച്ഛായ ഇന്ന് മാറാൻ പോവാ. യെസ്. ഓ റബ, കണ്ണാടി വെച്ച റെഡ്. യെസ്. ഹോളി സ്പിരിറ്റ് നിന്റെ വീട്ടിൽ ഒരു മഹാത്ഭുതം. യെസ്. നിന്റെ വീട്ടിൽ
ഇവിടെ ഭയങ്കര സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. രോഗമുള്ളവർ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചോ. യേശു നിന്റെ വീടിനകത്തൊരു അഴിച്ചുപണി നടക്കുക. എന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. എന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. നിങ്ങളുടെ എല്ലാം കൈ സൃഷ്ടിക്ക് നേരെ നീട്ടിക്ക്. എന്നോട് ദൈവം പറഞ്ഞു, ഇവിടെ സന്തതികളിൽ ഒന്ന് ബോംബെയിൽ ബന്ധിക്കപ്പെട്ട് കുരുങ്ങിക്കിടക്കുക. ഇന്ന് ആ കുരു കഴിക്കാൻ പോവാന്ന് ദൈവം പറഞ്ഞു. ഓ, ഇന്നിവിടെ ശുശ്രൂഷ നടക്കുക. വിടുതല് സിസ്റ്റർ, വിശ്വാസമുണ്ടോ? ഇന്ന് നിന്റെ സന്തതിക്ക് ഒരു വിടുതലുണ്ട്. ഒരു കുരുക്ക് കിടക്കുക. ഇന്ന് ആ കുരുക്ക് പൊട്ടുന്നു. ഇനി വചനം കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയാം, നിന്റെ വീടിന്റെ മുഖച്ഛായ എന്ന് മാറും. കൊർന്നല്യോസിന്റെ വീടിനകത്ത് അഭിഷേകം ഇറങ്ങിയ പോലെ നിന്റെ വീടിനകത്ത് കൂടെ വരുന്ന ചില ബലഹീനത ഇന്ന് പൊട്ടും. നിന്റെ സമ്പത്തിനെ കുരുക്കി ഇട്ടേക്കുക. ആ കുരുക്കിയിട്ട സാമ്പത്തിക വിഷയത്തിനകത്ത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്കറിയത്തില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതിനകത്ത് നടക്കുക. ഇച്ചിരിയുടെ ഗഹനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. കൊർന്നല്യോസിൻ്റെ വീട് ദർശനം കൊടുത്തു പറഞ്ഞ് പത്രോസിനെ വരുത്തണം. എന്തിനാ? നീ ധർമ്മം കൊടുക്കുന്നവനാ. നീ ദൈവത്തെ പേടിയുള്ളവനാ, നീ ദൈവഭക്തനാ, നീ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാ. നിന്റെ വീട്ടിൽ ഒന്നുകൂടെ ഞാൻ തരാൻ പോവാ. നിന്റെ വീട്ടിനകത്ത് കൂട്ട അഭിഷേകം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, ജീസസ് ഒരു ഭരണി എണ്ണയ്ക്കകത്തു നിന്ന് കേറിയ പാത്രങ്ങളെല്ലാം നിറച്ചെങ്കിൽ ഇന്ന് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് ചിലരെ നിറയ്ക്കുവാൻ എനിക്ക് ദൈവം ഒരു വെളിപ്പാട് തരുന്നു. ദൈവം തുടങ്ങി വെച്ച ചില വീടിനകത്ത് ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം അത് ഫുൾഫിൽ ചെയ്യും. ഒന്നുകൂടെ പറയാം. ദൈവം തുടങ്ങി വെച്ച ചിലത് പൂർത്തിയാകാതെ കിടക്കുക. പക്ഷെ എഴുതിയിട്ടോ അത് ഉടനെ പൂർത്തിയാകും. നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വിടുതല്